ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എഫ് ഓഫ് എ ആണ്. അതിന്റെ അർത്ഥം എക്സ് കിടക്കുന്നിടത്ത് ഈ വില ഇട്ട് കൊടുക്കുക. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പൈ എക്സ് സ്ക്വയർ, ഇങ്ങനെ ഒരു ചോദ്യം വന്ന എന്ത് ചെയ്യും? അപ്പൊ പൈ ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് 1 എടുക്കുക, 1 സ്ക്വയർ, ആൻസർ പൈ. ഇത്രയേ ഉള്ളൂ. വീണ്ടും ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2, ഇങ്ങനെ ഒരു ചോദ്യം വന്നു. അപ്പൊ എക്സ് കിടക്കുന്നിടത്ത് ഈ 2 ഇട്ട് കൊടുക്കുക, 2 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 2 പ്ലസ് 2 ചെയ്യുമ്പോൾ 4 പ്ലസ് 6 പ്ലസ് 2, ആൻസർ 12 എന്ന് കിട്ടും. അപ്പൊ എക്സ് കിടക്കുന്നിടത്ത് ആ വില ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ ലിമിറ്റ് എന്ന് പറഞ്ഞു. ഇനി ഇവിടെ കുറച്ച് പുതിയ കാര്യങ്ങൾ ട്രിഗ്നോമെട്രിയിലോട്ട് നമ്മളൊന്ന് കിടക്കുക. നോക്കിക്കേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ്. അപ്പൊ എക്സിന് 0 ഇട്ടാൽ സൈൻ 0 ആണെന്ന് നമുക്കറിയാം. ആ വില അറിയത്തില്ലേ, കാണാൻ പഠിക്കണം. സൈൻ 0 കാരണം നേരിട്ടുള്ള വിലയാണ്. ഇപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് എക്സ്. അപ്പൊ എക്സിന് 0 കൊടുക്കുമ്പോ കോസ് 0യുടെ വില 1 ആണ്. അതായത് ട്രിഗണോമെട്രി ഉള്ള വിലയാണത്. സൈൻ 0 കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, ലിമിറ്റ് ഇത് ഇമ്പോർട്ടന്റ് ആണ്, എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. ഇവിടെ നമ്മൾ 0 എക്സ് ടെൻസ് ടു 0 ഉണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ സൈൻ 0 ബൈ 0 എന്ന് വരും. അപ്പൊ നോക്കിക്കേ, 0 ബൈ 0 ഫോം ആയി. അതിന് ഒരു പ്രത്യേക റിസൾട്ട് ആണ് 1. 0 ബൈ 0 അല്ലെങ്കിൽ 0 എന്നൊന്നും എഴുതാൻ പാടില്ല, ഇത് ഓർത്ത് വെക്കുക. ഈ വില 1 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 1. ഇത് നേരെ തിരിച്ചെഴുതിയാലും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ബൈ സൈൻ എക്സ്, ഇങ്ങനെ എഴുതിയാലും നോക്കിക്കേ, 0 മേളിൽ വരും. സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ രണ്ടും 0 ബൈ 0 ആയി പോയി. പക്ഷെ അതിന്റെ ഉത്തരം 1 എന്നേ എഴുതാവുള്ളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര എക്സ് റേസ് ടു ഇപ്പൊ 5 ആണ്. ഇപ്പൊ ഇതിനകത്ത് 1 ഇട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആദ്യത്തെ 1 അതുപോലെ എഴുതി, ഇവിടെ 1 ഇട്ടു, ഇവിടെ എക്സ് സ്ക്വയർ 1 സ്ക്വയർ, അടുത്തത് അറിയാം 1 ക്യൂബ് ആണ്, അടുത്തത് 1 റേസ് ടു 4, അടുത്തത് 1 റേസ് ടു 5. അപ്പൊ ഈ 1 പ്ലസ് ഇതെല്ലാം 1 തന്നെയാണ്. അപ്പൊ 1 1 1 1 1 കൂട്ടി കഴിയുമ്പം 6 എന്ന് കിട്ടും. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു n മൈനസ് എ റേസ് ടു n ബൈ എക്സ് മൈനസ് എ. പല പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. ഇപ്പൊ കുറച്ച് നാളായിട്ട്, അത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ലായിരുന്നു. അപ്പൊ ഇനി ഇതിനൊരു സാധ്യതയുണ്ട്. n a റേസ് ടു n മൈനസ് 1 ആണ് ആൻസർ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു n മൈനസ് എ റേസ് ടു n ബൈ എക്സ് മൈനസ് എ എന്ന് കാണുവാണെങ്കിൽ n a റേസ് ടു n മൈനസ് 1 വളരെ എളുപ്പം നമുക്ക് പഠിക്കാം. നോക്കിക്കേ, എവിടെയൊക്കെ എ വരണം? എക്സിന് എ കൊടുക്കുമ്പോൾ ഇവിടെ ഇവിടെയും സെയിം ആയിരിക്കണം, എ പവർ സെയിം ആയിരിക്കണം, n. അപ്പൊ ഉത്തരം n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1. ഒരു എക്സാമ്പിൾ നോക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് റേസ് ടു 4 മൈനസ് 2 റേസ് ടു 4 ബൈ എക്സ് മൈനസ് 2. 2 എവിടെയൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കി. ഇത് കറക്റ്റ് ഓർഡറിലായിരിക്കണം. ഇവിടെ എക്സ് ടെൻസ് ടു 2 ആണെങ്കിൽ ഇവിടെ രണ്ടും 2 ആയിരിക്കണം. അതിന്റെ പവറുകൾ സെയിം ആയിരിക്കണം. അപ്പൊ ഉത്തരം ആ പവർ ഒരെണ്ണം എഴുതി 4, എന്നിട്ട് 2 റേസ് ടു 2 എന്ന് പറഞ്ഞാൽ ഇവിടെ എയുടെ സ്ഥാനത്ത് കിടക്കുന്ന എന്താണോ അത്. ഈ പവർ ഒന്ന് കുറച്ചെഴുതി 3. അപ്പൊ ആൻസർ 4 ഇൻറ്റു 8 32. പ്രധാനപ്പെട്ടതാണ്, 2 മാർക്കിന് വരെ ചോദിക്കാം. എക്സ് റേസ് ടു 15 മൈനസ് 1 ബൈ എക്സ് റേസ് ടു 10 മൈനസ് 1. ഇപ്പൊ നോക്കി, ഡിനോമിനേറ്ററിൽ എക്സ് മൈനസ് 1 നല്ല തന്നിരിക്കുന്നത്. ഡിനോമിനേറ്ററിൽ x - 1 നല്ല.
അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിന്റെ താഴെ ഒരു എക്സ് മൈനസ് വൺ, ഇതിന്റെ താഴെ എക്സ് മൈനസ് വൺ. എക്സ് ടെൻസ് ടു 1 ആയതുകൊണ്ട് എക്സ് ടെൻസ് ടു 2 ആയിരുന്നെങ്കിൽ എക്സ് മൈനസ് 2 ഇട്ട് കൊടുക്കും. അപ്പൊ ഇതിന്റെ സ്റ്റെപ്പ് ഓർക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 15 മൈനസ് 1 ബൈ, ഇവിടെ ഒരു എക്സ് ടെൻസ് ടു 1 ഉണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു 15 മൈനസ് വെറുതെ ഒരു 1ന്റെ മേളിൽ 15 കിട്ടും. 1 എത്ര ആശാലും കുഴപ്പമില്ല. എക്സ് മൈനസ് 1 ബൈ താഴെയും അതുപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു 10 മൈനസ് 1 റേസ് ടു 10 ബൈ എക്സ് മൈനസ് 1. ഇപ്പൊ ചെയ്ത കാര്യം ഇത്രയും ഓർക്കുക. മേളിലും ഒരു എക്സ് മൈനസ് 1 ഇട്ടു, താഴെ ഇട്ടു ഒരു എക്സ് മൈനസ് 1. ഇതിനൊരു ആൻസർ ഉണ്ട്. ഇവിടെ പവർ 15 ആണ്. 15 ഇൻറ്റു 1 റേസ് ടു 14 കണ്ടോ? 15 ഇൻറ്റു 1 റേസ് ടു 1 കുറഞ്ഞു 14 ബൈ താഴെ അതുപോലെ 10 ഇൻറ്റു 1 റേസ് ടു 9. 1 എത്ര ആശം മൾട്ടിപ്ലൈ ചെയ്താലും 1 തന്നെയാണ്. അപ്പം ആ ഭാഗം പോയി. 15 ബൈ താഴെ അതുപോലെ 10. ഇത് കട്ട് ചെയ്യുമ്പോൾ 5 വെച്ച് 3/2. പ്രധാനപ്പെട്ടതാണ്, നന്നായിട്ട് പഠിച്ചു. Find the limit x tends to 0 f of x and limit x tends to 1 f of x where f of x is equal to 2x plus 3. X is less than or equal to 0. 3 into x plus 1. X greater than 0. ഈ ടൈപ്പ് വരും. 2 മാർക്കിനുള്ള ചോദ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇത് വന്ന 3 മാർക്കിനായിരുന്നു. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഇത്ര ഓർത്താൽ മതി. ഈ തരുന്നതിനകത്ത് നമുക്ക് ചെയ്യേണ്ട സ്റ്റെപ്പ് ഉണ്ട്. നോക്കി, ഇവിടെ 0നെ വെച്ചല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് കാണണമെങ്കിൽ നമ്മൾ 2 കഷ്ണങ്ങളാക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് ഇട്ടിട്ട് ഒരു എഫ് ഓഫ് എക്സും, ഈ സ്റ്റെപ്പ് ഇതുപോലെ എഴുതും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. ഇപ്പൊ 2 കഷ്ണങ്ങളാക്കി. 0നെ വെച്ചാണ് ഈ പ്രശ്നം. 0നേക്കാൾ കുറവാണ് എക്സ് എങ്കിൽ ഇത് ഫംഗ്ഷൻ എടുക്കണം. 0നേക്കാൾ കൂടുതലാണെങ്കിൽ ഈ ഫംഗ്ഷൻ എടുക്കണം. ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ 2 ഭാഗങ്ങളാക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സും വേണം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സും വേണം. ഇവിടെ ഇതേപോലെ എഴുതി. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. 0 മൈനസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് 0 എന്നൊന്നുമല്ല, 0യിൽ കുറവ് എന്ന് അർത്ഥമുള്ളൂ. 0യിൽ കുറവാണെങ്കിൽ ഈ ഫംഗ്ഷൻ 2x plus 3. എന്നിട്ട് എക്സിന് ഇട്ട് കൊടുക്കേണ്ടത് 0 തന്നെ. അപ്പൊ 2 into 0 0 plus 3 3 എന്ന് കിട്ടും. താഴെ ഏതായിരിക്കും ഫംഗ്ഷൻ? x tends to 0 plus 3 into x plus 1. അപ്പൊ 0 ഇട്ട് കഴിയുമ്പം 3 into 0 plus 1. 0 plus 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 into 3 3. ഈ 2 ഉത്തരവും 1 തന്നെ ആണെങ്കിലേ ഉള്ളൂ ലിമിറ്റ് കിട്ടുള്ളൂ. 2 1 അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും. ഇത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ഇത് തുല്യമല്ലെങ്കിൽ, എന്നിട്ട് പറയും ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇവിടെ ഇപ്പൊ ഉത്തരം കിട്ടി. കാരണം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, സ്റ്റെപ്പ് വലിയ പാടുണ്ടോ? ഇത് രണ്ടും തുല്യമാണെന്ന് കിട്ടി. അതിന്റെ അർത്ഥം നമുക്ക് ഇങ്ങനെ പറയാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്ന് പറയുന്നത് ആൻസർ 3 ആയിരിക്കും. രണ്ടാമത്തെ ആൻസർ ഇപ്പുറത്ത് എഴുതിയ കാണാമല്ലോ അല്ലേ? ഇവിടെ എഴുതാം. രണ്ടാമത്തെ ആൻസർ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ്. അപ്പൊ ഫംഗ്ഷൻ ഏത് എടുക്കണം നോക്കുക. എക്സ് 1 ആകുമ്പോ 0നേക്കാൾ കൂടുതലാണ്. അപ്പൊ ഇതാ ഫംഗ്ഷൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 3 into x plus 1. അപ്പൊ എക്സിന് 1 ഇടുമ്പോ 3 into 1 plus 1 3 into 2 6. ആൻസർ 6. x tends to 2 x cube minus 2x square by x square minus 5x plus 6. Find the limit എന്ന് പറഞ്ഞ് ഇങ്ങനെ തന്നിരിക്കുക. അപ്പൊ നമ്മൾ സ്വാഭാവികമായി എക്സിന് 2 ഇട്ട് കൊടുക്കും. ഇങ്ങനെ ചെയ്യുവാണ്. 2 കൊടുക്കുമ്പോ 2 ക്യൂബ് മൈനസ് 2 into 2 സ്ക്വയർ ബൈ 2 സ്ക്വയർ മൈനസ് 5 into 2 പ്ലസ് 6. 2 ക്യൂബ് 8
2 square 4 into 2 8 by 2 square 4 minus 10 plus 6. അപ്പോൾ മേളിൽ 0, 4 plus 6 10, 10 minus 10 0. ഇങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. 0/0 വരാൻ പാടില്ല. ആൻസർ ഒന്നെങ്കിൽ 0 മേളിൽ വരാം, അല്ലെങ്കിൽ ഇപ്പൊ 4/0 എന്ന് ഉത്തരം വന്നാൽ ഉത്തരം നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതി വെക്കാം. ഇതിന് ഇറ്റ് ഈസ്, ഇതിന്റെ സ്റ്റെപ്പ് ഇങ്ങനെയാണ്, ഇവിടം വരെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എഴുതണം. ഇറ്റ് ഈസ് 0/0 ഫോം. ഇത് ചോദിക്കുവാണെങ്കിൽ ഒരു 3 മാർക്കിന് വരും കേട്ടോ. therefore ഇതിനൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ പ്രശ്നം അങ്ങ് മാറും. കാരണം ഡിനോമിനേറ്ററിൽ ആ 0 ആണ് പ്രശ്നം. മേളിൽ മാത്രം 0 വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഉത്തരം 0. അപ്പൊ നമ്മൾ അത് മാറ്റാൻ പോവാണ്. അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും കോമൺ ഉണ്ടെന്ന് നോക്കുക. x tends to 2, ഇതിൽ കോമൺ ആയിട്ട് എന്തുണ്ട് അതിന്ന് വെളിയിൽ എടുക്കുക. ഇവിടെ മാക്സിമം x² ഉണ്ട്, മിച്ചമുള്ളത് x - 2 ബൈ താഴെ ഇതിനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്യേണ്ടി വരും. -b + or - കൊടുത്തോ, അല്ലെങ്കിൽ ഈ രീതിയിൽ എഴുതാം. മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടണം, അത് തമ്മിൽ കൂട്ടിയാൽ 5, അത് -5 കിട്ടണം. അങ്ങനെ കിട്ടുന്നത് x - 2 into x - 3 ആണ്. ഇതറിയാൻ ഒരു വഴി പറയാം. ഈ മേളിൽ കിടക്കുന്നതിൽ x - 2 അത് തന്നെ ഒരെണ്ണം താഴെ വരും. ഓക്കെ, മേളിൽ വന്നിരിക്കുന്ന അത് വെട്ടിക്കളയാൻ വേണ്ടി പാകത്തിനേ വരുള്ളൂ. അപ്പൊ x - 2 മേളിലുണ്ട്, അപ്പൊ താഴെ ഒരെണ്ണം x - 2. അപ്പൊ 2 into 3 അല്ലേ 6 വരും. അപ്പൊ നമുക്ക് ഒരെണ്ണം x - 3. ഇനി കൂട്ടി നോക്കുക. -2 - 3 -5. സെയിം x - 2 x - 2 കട്ട് ചെയ്തു. മിച്ചമുള്ളത് ലിമിറ്റ് x tends to 2 x² by x - 3. എക്സിന് ഇനി 2 എന്നുള്ള വില ഇട്ട് കൊടുക്കുക. ഇവിടെ ഇത്രയും നേരം ഈ പ്രശ്നം ഉണ്ടാക്കിയത് 0 ആകാനുള്ള കാരണം x - 2 എന്ന് പറയുന്ന നമ്പർ ആയിരുന്നു, അത് കളഞ്ഞു. ഇനി 2 ഇട്ട് കഴിയുമ്പോൾ 2² by 2 - 3. ആൻസർ 4 by -1 -4. ആദ്യം പ്രോഡക്റ്റ് റൂൾ. രണ്ട് ഫംഗ്ഷൻ ഗുണിച്ച് കിടക്കുകയാണെങ്കിൽ, അതായത് ഡെറിവേറ്റീവ് ഓഫ് f of x into g of x, രണ്ട് ഫംഗ്ഷനുകളാണ്. ഇപ്പൊ sin x into cos x അല്ലെങ്കിൽ x into tan x, അങ്ങനെയൊക്കെ രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്ത പോലെ കിടക്കുകയാണെങ്കിൽ ആദ്യത്തെ ഫംഗ്ഷൻ ചുമ്മാ എഴുതണം. ഇതിന്റെ ഉത്തരം എഴുതുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ വെറുതെ എഴുതുക, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എഴുതുന്നു g of x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ f of x. ഒന്നുകൂടെ പറയാം, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഡെറിവേറ്റീവ് ഓഫ് x² ഇൻറ്റു sin x. ഇങ്ങനെ ഒരു ചോദ്യം വരും, x² ഇൻറ്റു sin x. അപ്പൊ മനസ്സിലാവുന്ന എങ്ങനെയാ പ്രോഡക്റ്റ് റൂൾ ആണ്. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. നമ്മൾ x² ഡെറിവേറ്റീവ് ചുമ്മാ 2x എന്ന് എഴുതി, sin x ന്റെ cos x എന്ന് എഴുതി. ഇത് തെറ്റാണ്. ഇങ്ങനെ എഴുതണമെങ്കിൽ എപ്പോഴാണോ നടുക്ക് പ്ലസ് വല്ലതും ഉണ്ടാകണമെങ്കിൽ. നടുക്ക് പ്ലസ് ആയിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ പ്ലസ് വന്നു, അപ്പൊ ഉത്തരം ശരിയാ. x² ന്റെ 2x, sin x ന്റെ cos x. പക്ഷെ ഇൻറ്റു എന്നാണെങ്കിൽ നോക്കിക്കേ, ഫസ്റ്റ് ചുമ്മാ എഴുതണം, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു sin x ഇൻറ്റു ആദ്യത്തതിന്റെ ഡെറിവേറ്റീവ് ഓഫ് x². ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഒരു സ്റ്റെപ്പ് കൂടി ഉള്ള ആൻസർ x² ഇൻറ്റു sin x ന്റെ ഡെറിവേറ്റീവ് cos x പ്ലസ് sin x അതുപോലെ എഴുതി. x² ന്റെ ഡെറിവേറ്റീവ് നേരത്തെ നമ്മൾ കണ്ടു 2x, അതായത് പവർ താഴോട്ട് ഇറങ്ങി. ആൻസർ ആണ് x³ ഇൻറ്റു cos x. x³ ഇൻറ്റു cos x. അപ്പൊ എന്ത് ചെയ്യും? ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതി, ഡെറിവേറ്റീവ് ഓഫ് cos x പ്ലസ് cos x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x³. അപ്പം
എക്സ് ക്യൂബ് ഇൻറ്റു കോസ് എക്സിൻ്റെത് മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു എക്സ് ക്യൂബിൻ്റെത് 3x². ആൻസർ ആയി. ഈ മൈനസ് വേണേ എടുത്ത് ഫ്രണ്ടിൽ എഴുതാം, എഴുതി ഇന്ത്യയിൽ കുഴപ്പമൊന്നുമില്ല.